ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിനും വരെ വളരെയധികം എനർജി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്നല്ലേ, നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴേ ഞാൻ ജനറലി അങ്ങനെ അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാറില്ല. പക്ഷേ ഈ സമയത്തും ചില സമയത്ത് നമ്മൾ പോയി വന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക നമ്മൾ എത്രമാത്രം അവിടെ നമ്മളായി നിന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള ഒരു ട്രിപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇത് വേറൊരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് അലിഫ് അറ്റോളിലുള്ള മാലൂസ് എന്ന് പറയുന്ന, മാലൂസ് ആണോ മാൽഹൂസ് ആണോ എന്നറിയില്ല, ഐലൻഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ പോകുന്ന പോലെ നമ്മൾ എത്തുന്ന രീതിയിൽ എത്തുന്നു എന്നുള്ളൊരു എയിം തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ അറിയുന്ന കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് അലിഫ് അറ്റോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ക്ലീനിങ് പ്രോഗ്രാമും പ്ലാന്റിങ്ങും ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്കൂളും കൗൺസിലും എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് എല്ലാ ഐലൻഡുകളിൽ നിന്നും എല്ലാവരും കൂടി ഈ മാളോസ് എന്ന് പറയുന്ന ഐലൻഡിൽ വരുന്നു. പിന്നെ അവിടെ നമ്മൾ ഈ ഇതുമായിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. നമുക്കൊരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു സ്പീഡ് ലോഞ്ചിൽ. അപ്പോൾ നമ്മൾ എത്തി, ഇവർ നമ്മളെ വെൽക്കം ചെയ്തു. ഇവിടുത്തെ ഓരോ സ്കൂളുകളിലും അതുപോലെ ഓരോ ഐലൻഡിലും ഓരോ കളർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ബ്ലൂ ആണെങ്കിൽ ഇവരുടെ റെഡ് ആയിരുന്നു. പിന്നെ യെല്ലോ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഇവിടെ ഇവർക്ക് ഓരോ ഐലൻഡിനും ഓരോ കളർ എന്നുള്ളൊരു കോഡ് ഉണ്ട് എക്സാക്ട്ലി. ഇവരെന്തെങ്കിലും പ്രോഗ്രാം നടത്തുമ്പോഴും അതുപോലെ ഇവിടുത്തെ പിള്ളേർ നമ്മുടെ സ്കൂളിലോട്ടും വേറെ സ്കൂളിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഓരോ ഐലൻഡിനും ഓരോ ഫ്രൂട്ട്, അങ്ങനത്തെ ഓരോ സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഐലൻഡിൽ എന്ന് പറയുന്നത് സ്ക്രൂ പൈൻ എന്ന് പറയുന്ന, ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെൽക്കമിങ് ആയിട്ടുള്ള നമുക്ക് ആ ഫ്ലവറിൻ്റെ കൂടെ നമുക്ക് അതിനെപ്പറ്റി അതിൻ്റെ ഒരു പിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇതിന് മുന്നേ ഞാൻ പരിചയപ്പെട്ട കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നിൽക്കുന്ന ഐലൻഡായിരുന്നു. പിന്നെ നമ്മുടെ വേറെ ഐലൻഡിലുള്ള ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗെറ്റ് ടുഗെദർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ വിശേഷങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ആയിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. പിന്നെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെൽക്കമിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. റോഷി, മസൂനി, അതേപോലെ അവരുടെ കറി, എഗ്ഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഓരോ ഹൗസ് പോലെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാണാൻ കുറച്ച് കോമഡിയൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന സമയത്ത് കിട്ടിയത് പച്ചയായിരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയായിരുന്നു. ഏത് ഐലൻഡിൽ പോയാലും അവിടുത്തെ സ്കൂൾ വിസിറ്റ് ചെയ്യുക, സ്കൂളിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റായിരിക്കണം. കാരണം നമുക്കറിയാലോ, എല്ലാ ഐലൻഡിലും ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കൂളും ഒരു ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാനങ്ങനെ ഇതൊരു ചെറിയ സ്കൂളാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ അത്രയും വലുതല്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നല്ല രസമുള്ള ഒരു കുഞ്ഞു സ്കൂളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ കണ്ട് പുറത്തിറങ്ങി. നമ്മൾ വന്നിരിക്കുന്നത് സ്കൂളിലോട്ടല്ലല്ലോ, നമ്മൾ കൗൺസിലിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മൾ ഹാർബർ സൈഡിലോട്ട് പോവാണ്. അവിടെയാണ് ഇനോഗ്രേഷൻ വരുന്നത്. ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഹൗസായിട്ട് പല കളറിലുള്ള പല ഗ്രൂപ്പ്സായി അവിടെ ഓൾറെഡി ഡിവൈഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഓൾറെഡി ഓറഞ്ച് സെലക്ട് ചെയ്തതല്ല, അവിടെ അവൈലബിൾ ആവുന്നതനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരെല്ലാം ഓറഞ്ചായി കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ ഗ്രൂപ്പിൽ പോകേണ്ടി വരും ഒരു ഫീൽ വന്നു കേട്ടോ. ഇതെല്ലാം പല ഐലൻഡുകളിലുള്ള ടീച്ചേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പച്ച മാറിയിട്ട് ഓറഞ്ച് ആയിട്ടുണ്ട്. ലിറ്ററലി ഓറഞ്ച് അത്ര ഇഷ്ടമല്ലെങ്കിലും ആ ഗ്രൂപ്പിൽ കയറാൻ വേണ്ടി ഞാനും അങ്ങനെ ഓറഞ്ച് എടുത്തു. പിന്നെ ഈ കാണുന്ന ആളുണ്ടല്ലോ, ആ സ്പീച്ച് നടത്തിയ ആളായിരുന്നു ഇതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞു മൂവ് ചെയ്യാണ്. ഇവിടെ നോക്കിക്കേ, പല ഐലൻഡിൽ നിന്നുള്ള ടീച്ചേഴ്സും പേരൻസും പിന്നെ കൗൺസിൽ മെമ്പേഴ്സും പിന്നെ ഇവിടെ ഉള്ള ഐലൻഡിലുള്ള കുറേ പിള്ളേരും പേരൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കവറെല്ലാം കിട്ടി. ഇവിടെ കവറിന് കൊത്തുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയാം. ദേഹയിൽ പറയുന്നതാണ്. നമ്മൾ ഓരോ ടേമായിട്ടൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കയറിയത് ഇങ്ങനെ ഒരു കാട്, ഇവിടെ ആണെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാട് പോലെ കുറേ ട്രീസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വലിയ ഏരിയ മൊത്തം അങ്ങനെയാണ്.
ഈ കവർ ചെയ്ത് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ടീം ചൂസ് ചെയ്ത ഏരിയ ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വേസ്റ്റ് എല്ലാം പെറുക്കിട്ടോ. അപ്പോൾ കൂടെയുള്ള ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ലിറ്ററലി ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദം. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതും എനിക്ക് എൻ്റെ കോണ്ടൻസ് ഒക്കെ നോക്കുമ്പോഴും ഇവരൊക്കെ എന്നിങ്ങനെ ഓരോ ടോപ്പിക്ക് വരുമ്പോഴും ഓരോ ഏരിയ വരുമ്പോഴും അതെല്ലാം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇവരെന്നെ ഭയങ്കരമായിട്ട് അവെയർ ആക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ലിറ്ററലി ഐ വാസ് സോ ഹാപ്പി വിത്ത് ദം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ കുറേ ഐലൻഡ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു ഫോം കിട്ടിയത് എനിക്ക് അവിടെ നിന്നാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഇതുവരെ ഞാൻ പോയൊരു ഐലൻഡിൽ നിന്നും എനിക്ക് ഇത്രയും ഒരു വെൽക്കമിങ് ആയിട്ടും ഒരു ഹാർട്ട് ഫുള്ളാവുന്ന രീതിയിലുള്ളൊരു ഫീലൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ അത്രയും ആളുകളെ കണ്ടിട്ടുമില്ല. പക്ഷേ ഇവരെനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും കമ്പനിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തോടു കൂടി വി ആർ വെരി വെരി ഗുഡ് ഫ്രണ്ട്സ് ഹിയർ. അതേപോലെ നമ്മളിങ്ങനെ നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കട്ടോ ഓരോ സാധനം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതും മനസ്സിലാവുന്നുണ്ടാവും. അത് നമ്മൾ ഞൊട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇപ്പോഴും കാണുന്നതുകൊണ്ടൊരു വിലയില്ലാത്തതാണ്. നമ്മുടെ നാട്ടിലും നല്ല വിലയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര തമാശയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി നടക്കുന്നുണ്ട്. ഡ്രസ് കോഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരു ഭയങ്കര രസമായിരുന്നു. നമ്മളിങ്ങനെ പോകുന്നുണ്ട് ബീച്ച് സൈഡ്, കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ വർക്കും നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് ബാഗ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ട് കീപ്പ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എനർജിയൊക്കെ താഴെ പോകുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും നടക്കൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് എക്സ്ട്രാ വർക്കൊക്കെ വരുമ്പോഴേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വെറുതെ വന്നിരുന്നതാണ്. പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, കുറേ കാലങ്ങളായി പരിചയമുള്ള പോലെ കേട്ടോ അവരെല്ലാവരും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒന്നും തോന്നിയിരുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ് കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പെറുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെയും ഇവിടെയും കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവർ ഫിഷിങ്ങിന് പോകുമ്പോൾ എടുക്കുന്നൊരു സാധനമാണ് ഇങ്ങനെ നേരത്തെ കാണിച്ചത്. ആ ഷെല്ലിനകത്തുള്ള ആ ജീവിനെ അവരെടുത്തിട്ടാണ് ബൈറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫിഷ് ഇവർക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറേ കാടിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന പോലുള്ളൊരു ഫീലുണ്ട്. കുറേ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട്. ഫസ്റ്റ് കാര്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും വെയിൽ എഫക്റ്റ് ചെയ്യില്ല. എന്നാലും വളരെ നന്നായി വെയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ അറ്റ് ദ ബിഗിനിങ് നിങ്ങൾ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസൊക്കെ എത്രമാത്രം വെയിൽ കൊണ്ട് ടാൻ ആയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ടാനും ഇതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ അത്രയും കോൺഷ്യസ് ആയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടായിരിക്കും. ചിലവരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മുന്നെയൊക്കെ നമ്മൾ അയ്യോ കുറച്ച് ടാൻ ആവോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ടാൻ അടിച്ചാൽ ടാൻ ആവട്ടെ, അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് പോകുമല്ലോ എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത് കേട്ടോ. കാരണം ഇത്രയും സന്തോഷമുള്ള മൊമെൻറ്റ്സ് മുഴുവൻ നമ്മൾ മിസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരത്തെ അല്ലെങ്കിൽ ഒരു ടാൻ അടിക്കൂ എന്നൊക്കെ പേടിച്ച് നമ്മൾ എവിടെയും പോവാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഫോളിഷ്നെസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഓരോ ഐലൻഡ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഓരോ ഐലൻഡും തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ മൊമെൻ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ വേറെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഐലൻഡിൽ ഒരേ കടലും ഒരേ കരയും കണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ഡേ ബൈ ഡേ ഞാൻ എൻ്റെ വീഡിയോസ് ആണെങ്കിലും എൻ്റെ കോണ്ടൻറ്റ് ആണെങ്കിലും വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരെ എൻഗേജ് ചെയ്യിക്കാനും നോക്കാറുണ്ട്. പക്ഷേ വി ആർ ലേണിംഗ് ഹിയർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ലിമിറ്റേഷൻസൊക്കെ എൻ്റെ വീഡിയോസിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ഞങ്ങൾ കുറേ നടന്നു, കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ടയേർഡായിട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനൊരു ഞണ്ടാണല്ലോ അതിനെന്താ പറയുക, അതിനെയൊക്കെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ലിറ്ററലി പേടിയാണ്. പക്ഷേ അതിനകത്തുള്ളതിന് കാണിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം പോകുന്ന വഴി കണ്ടില്ലേ, ഈ വഴി ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വണ്ടടിച്ചാണ് ആക്ച്വലി വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് വീഡിയോക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം ചുറ്റും കാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു. നമ്മുടെ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി വന്നപ്പോൾ ഒരു ക്രൗഡഡ്
പ്രതീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിനി റെസ്റ്റിംഗ് ടൈമാണ്. അതുപോലെ തന്നെ ഇവിടെ ഐസ്ക്രീം കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് അത് കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. കാരണം നല്ല ചൂടിലേ നല്ല പണിയൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു ഐസ്ക്രീമോ കുറച്ച് വെള്ളമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചെറിയ കെട്ടിടങ്ങളാണ്. ചെറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവാണ്, വളരെ ഹൈറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ള ടീമാണിത്. ഇവർ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഐസ്ക്രീമിന് വെയിറ്റ് ചെയ്യായിരുന്നു. മീ ടു, ഞാൻ കുറച്ചധികം, കാരണം ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ലിറ്ററലി എനിക്ക് ഇവിടുത്തെ ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ ഭയങ്കര സപ്പോർട്ടും സന്തോഷമൊക്കെ ആകുമ്പോൾ നമ്മളും കൂടെ അങ്ങ് സന്തോഷിക്കുമല്ലോ. അങ്ങനെ ഐസ്ക്രീം എല്ലാം കിട്ടി. ഞങ്ങൾ സ്കൂളിൽ വന്ന് കുറച്ച് നേരം സ്റ്റാഫ് റൂമിൽ റെസ്റ്റ് ചെയ്തു കേട്ടോ. ഇവരുടെ സ്റ്റാഫ് റൂം നല്ല രസമായിരുന്നേ കാണാൻ. പിന്നെ നമ്മുടെ ലഞ്ച് ടൈമായി, എല്ലാ ഫുഡും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ നമുക്ക് പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മോൾഡീവിയൻ പേരെന്താണെന്ന് ഞാൻ വിട്ടുപോയി. പക്ഷെ അത് ക്യാൻസറിനുള്ള ഒരു ബെസ്റ്റ് മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണത്. അപ്പോൾ അത് കുറച്ച് അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ വന്നു. ഇത് വലിയ മല പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും, കടലിൽ നിന്ന് വാരിയെടുത്തിട്ടുള്ള മണ്ണാണത്. അപ്പോൾ അതിൽ കോറൽസും ഇഷ്ടംപോലെ കോറൽസിൻ്റെ പീസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു വൈൻഡപ്പിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ അത്ര വലിയ താല്പര്യം തോന്നിയിരുന്നില്ല, കാരണം അവിടുത്തെ ആളുകൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നു. ഇവിടുത്തെ ഈ ഫ്ലാഗ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഈ കാറ്റും ഈ ഫ്ലാഗ്സും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ വാട്ടറിൻ്റെ കളറും എല്ലാം ഒരു ഭയങ്കര എന്താ പറയുക സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് നമ്മുടെ അവസാനമാണ്, എൻഡിങ് ആണ്. അപ്പോൾ ഇവർ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നു. നമ്മൾ ഓരോ ഐലൻഡ് വെച്ച് ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് തന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് റിഫ്രഷ്മെൻറ്റ് ലാസ്റ്റ് നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ട്, ഇത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ പറഞ്ഞ ആ ഫ്രൂട്ട് നമുക്ക് അവരുടെ ഐലൻഡിൻ്റെ ഒരു റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് തന്നു വിട്ടതാണ്. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ്, ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ മാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ അറ്റോളും ഓരോ ഐലൻഡും പോകുമ്പോൾ ഇവർക്ക് ഓൾറെഡി ഒരു മാപ്പ് ഉണ്ട്. അപ്പോൾ ഈ മാപ്പ് നോക്കിയാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കണമെന്ന്, അപ്പോൾ ഈ പ്രാവശ്യം എനിക്കത് എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എപ്പോൾ ബോട്ടിൽ കയറിയാലും എത്ര മോശം വെതർ ആണെങ്കിലും ഉറങ്ങി സമയം കളയാന്നുള്ളൊരു കഴിവ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവും. അങ്ങനെ എപ്പോൾ നോക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ബോട്ടിലിരുന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങാറുണ്ട്. ഫൈനലി നമ്മൾ നമ്മുടെ ഐലൻഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിരുന്ന ഒരു ഹാർട്ട് വളരെ ഹെവി ആയിട്ടാണ്, ഹാപ്പിനെസ് കൊണ്ട് ഹെവി ആയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതിനെനിക്ക് താങ്ക്സ് പറയാനുള്ള അവിടെയുള്ള ടീച്ചേഴ്സിനോട് മാത്രമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.